പത്തനംതിട്ട നഗരസഭയിൽ 18-ാം വാർഡിൽ കല്ലറക്കടവിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 3 ആഴ്ചയായി. ഇതുവരെ ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ എവിടെയാണ് ചോർച്ച എന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പലയിടങ്ങളിലായി ഈ പൈപ്പുകൾ ഇട്ടിരിക്കുന്ന ഭാഗം കുഴിച്ചു നോക്കുകയാണ്, എവിടെയാണ് ഈ ചോർച്ച എന്ന് കണ്ടെത്താൻ. ഈ ചോർച്ച കണ്ടെത്തുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഈ നാട്ടുകാരും പറയുന്നത്. കാരണം 3 ആഴ്ചയായി ഈ ഭാഗത്ത് കുടുംബങ്ങൾക്ക് വെള്ളം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പോൾ എന്താണ് കണ്ടെത്താൻ എന്താണ് കഴിയാത്തത്? ഇത് ഈ വളരെ താഴ്ചയുള്ള കുഴികൾ കൂടിയാണ് ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈനുകൾ. അപ്പം മറ്റൊരിടത്തും പ്രശ്നമില്ല. ഇവിടെ ഈ പൈപ്പ് ലൈനിൽ മാത്രമേ എവിടെയോ പ്രശ്നമുണ്ട്. ഒരു 10, 25, 30ഓളം വീടുകൾക്ക് വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചിരിക്കുകയാണ്. അപ്പം 3 ആഴ്ചക്കാലമായി ഇതിൻ്റെ നിരന്തരമായിട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഞാൻ ചേർന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടെത്തുന്നതിനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ അതിവിടെ ലഭ്യമല്ലേ? ഇവർക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇല്ല. കാരണം താഴ്ചയുള്ള കുഴിയാണെങ്കിൽ വെള്ളം താഴോട്ട് പോകും, മുകളിലോട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു പ്രശ്നമാണെന്നാണ് ഇത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനുവേണ്ടി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു ലീക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ടുവന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്താണെന്ന് തോന്നുന്നു ഒരു ചോർച്ച ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത് നോക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ കണ്ടെത്തുവാൻ അത്യാധുനിക രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യന് മനസ്സിലാകില്ല എവിടെയാണുള്ളത്. ഇത് യന്ത്രം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എവിടെയാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ, ആ ഭാഗം മാത്രം കുഴിക്കുവാനും പെട്ടെന്ന് പ്രശ്നങ്ങൾ വരും. അല്ലെങ്കിൽ റോഡ് മുഴുവൻ കുഴിക്കേണ്ടതായിട്ടൊരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ മുൻകൈയെടുത്ത് ഈ ലീക്ക് ഡിറ്റക്ടർ പോലെയുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള മെഷീനുകൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലീക്ക് ഡിറ്റക്ടർ എന്ന സംവിധാനം കഴിഞ്ഞ ദിവസമാണ് എത്തിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർ കുഴിക്കുന്ന ഭാഗത്തായിരിക്കാം ചോർച്ച എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ്, അതായത് ഈ ലീക്ക് ഡിറ്റക്ടർ കൊണ്ടുവരുന്നതിന് മുമ്പ് 8ഓളം ഇടങ്ങളിൽ ഇവർ പോയി കുഴിച്ചു നോക്കി. പക്ഷേ അവിടെ എങ്ങും ചോർച്ച ഇല്ലായിരുന്നു. ഒടുവിൽ ഇപ്പോൾ ഈ ഒരു ഉപകരണം കൊണ്ടുവന്നാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടെത്തിയോ? ആ ഉപകരണം വെച്ചാണോ കണ്ടെത്തിയത്? ആ ഉപകരണം വെച്ചാൽ ഇവിടെ നമ്മൾ ഇന്നലെ വൈകിട്ട് വന്ന് നോക്കി ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. ഇപ്പോൾ 3 ആഴ്ചയായല്ലോ ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട്. ഇതെന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് എത്തിക്കാൻ കഴിയാതിരുന്നത്? മുമ്പ് അത് എനിക്കറിയില്ല. വളരെ കുറവാണോ ഈ ഉപകരണം ഇവിടെ ഒരു സൈഡിൽ തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. ആ ഒരു ഉപകരണത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളും ജനപ്രതിനിധികളും പറയുന്നത് ലീക്ക് ഡിറ്റക്ടർ എന്ന ഉപകരണം എല്ലാ ഇടങ്ങളിലും എത്തിക്കാനുള്ള ഒരു സംവിധാനം വാട്ടർ അതോറിറ്റി ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോൾ കുടിവെള്ളം ഇല്ലാതിരുന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി പോയി. ബുദ്ധിമുട്ടില്ലാതെ കുളിക്കാൻ പറ്റുന്നില്ല, നനയ്ക്കാൻ പറ്റുന്നില്ല. കൊച്ചു കുഞ്ഞുങ്ങളും കിടപ്പ് രോഗികളുമായിട്ടുള്ളവർ വളരെ ബുദ്ധിമുട്ടില്ല. യാതൊരുവിധ സംവിധാനങ്ങളില്ല. കിണറില്ലാത്തവരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. 2000-3000 രൂപ കുടിവെള്ളത്തിന് കൊടുത്ത് ടാങ്കറിലാണ് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഇറക്കുക. വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തവന് വെള്ളം എടുന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ. അരിയില്ലെങ്കിലും പറഞ്ഞ വെള്ളം കുടിച്ചതിനും കിടക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ അതും പറ്റാത്ത സാഹചര്യമാണ്. അതാണിപ്പോൾ തൊട്ടക്കട നിവാസികൾ 3 ആഴ്ചകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ശാശ്വത പരിഹാരം വേണം. കാലം മാറുന്നതിനനുസരിച്ച് ആധുനിക ടെക്നോളജിയും ജനങ്ങളുടെ ജീവിതം സുഗമം ആക്കുന്നതിന് വേണ്ടി കൊണ്ടുവരേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് 3 ആഴ്ചയായിട്ടും എവിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ ചോർച്ച എന്നുള്ളത് കണ്ടെത്താൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഏതായാലും ആധുനിക ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ ചോർച്ച തടയാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികൾ. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.